Hello guys, നമ്മൾ ചെയ്യാൻ പോകുന്ന question number 151, reverse words in a string. Given an input string S, reverse the order of the words. A word is defined as a sequence of non-space characters. The word in S will be separated by at least one space. Return a string of words in reverse order concatenated by a single space. Note that S may contain leading or trailing spaces or multiple spaces between two words. The return string should only have single space separating the words. Do not include any extra spaces. അതായത് നമ്മൾക്കൊരു സ്ട്രിങ് തന്നിട്ടുണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ തുടക്കത്തിലും സ്പേസ് കാണാം, അതിനകത്തുള്ള വേർഡ്സിനിടയ്ക്കും സ്പേസ് കാണാം. ഇതൊരു സെൻറ്റൻസ് ആയിരിക്കും സ്ട്രിങ്. അപ്പം ഈ വേർഡ്സിനിടയ്ക്ക് കിടക്കുന്ന സ്പേസ് ഒന്നിൽ കൂടുതലോ സ്പേസുകളാവാം. അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും വേറെ സ്പേസുകളും കാണാം. ഇപ്പോൾ ഹലോ വേൾഡിലായാലും വേറെ സ്പേസ് കാണാം. പക്ഷേ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് വേർഡ്സിൻ്റെ ഓർഡർ റിവേഴ്സിന്, അതായത് ലെറ്റേഴ്സ് അല്ല വേർഡ്സ്, അതായത് ബ്ലൂ ആദ്യം വരണം, ഈസ് പിന്നെ വരണം, സ്കൈ പിന്നെ വരണം, ദാ വരണം, നേരെ തിരിച്ച് വരണം. പക്ഷേ ആ വേർഡ്സിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസേ പാടുള്ളൂ. ക്വസ്റ്റ്യനിൽ എത്ര സ്പേസ് വേണേ മരിടും, പക്ഷേ നമ്മുടെ ആൻസറിനകത്ത് ഈച്ച് വേർഡിനിടയ്ക്ക് ഒരു സ്പേസേ പാടുള്ളൂ, എൻഡിലും സ്റ്റാർട്ടിങ്ങിലും സ്പേസ് പാടില്ല. അപ്പോൾ ഇത് ചെയ്യാൻ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡ് പറയാൻ പോകുന്നു. ഒന്നാമത്തെ മെത്തേഡ് അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല. ഓഫ് എൻ ടൈം കോംപ്ലക്സിറ്റി, ഓഫ് എൻ സ്പേസ് കോംപ്ലക്സിറ്റി, എക്സ്ട്രാ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒപ്റ്റിമൈസ്ഡ് മെത്തേഡിൽ ഓഫ് എൻ ടൈം കോംപ്ലക്സിറ്റി പക്ഷേ ഓഫ് വൺ സ്പേസ് കോംപ്ലക്സിറ്റി, അതായത് നമ്മൾ ഇൻ പ്ലേസ് മാനിപ്പുലേഷൻ ചെയ്ത് രണ്ടാമത്തെ ഒപ്റ്റിമൈസ്ഡ് മെത്തേഡ് ചെയ്യുന്നു. ഓക്കെ, ചെയ്തു തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വേർഡ് എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞ വേറൊരു വേരിയബിൾ എടുക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ലൂപ്പ് ഫ്രം ദ ബാക്ക്. അതായത് നമ്മൾ ഈ സ്കൈ ഈസ് ബ്ലൂ എന്നാണല്ലോ നമുക്ക് വേണ്ടത്, പക്ഷേ അതിൻ്റെ റിവേഴ്സ് ആണല്ലോ വേണ്ടത്. റിവേഴ്സാണ് നമുക്ക് വേണ്ട, നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വേർഡിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വേർഡിൽ നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, ലാസ്റ്റിൽ ക്യാരക്ടർ ചെയ്യും. സ്റ്റാർട്ട് ലൂപ്പ് ഫ്രം ദ ബാക്ക്, പുഷ് ഈച്ച് ലെറ്റർ ടു ദ വേർഡ് വേരിയബിൾ. അതായത് ഈച്ച് ലെറ്റർ നമ്മൾ എടുത്ത് വേർഡ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലേക്ക് പുഷ് ബാക്ക് ചെയ്യുകയാണ്. ഇത് സ്ട്രിങ് ആണ്, സെൻറ്റൻസ് സ്ട്രിങ് ആണ്. അപ്പോൾ വേർഡ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലേക്ക് പുഷ് ബാക്ക് ചെയ്യുമ്പോൾ പുഷ് ഈച്ച് ലെറ്റർ ടു ദ വേർഡ് വേരിയബിൾ. അപ്പോൾ നമ്മൾ ഒരു സ്പേസ് കാണുന്നിടം വരെ നമ്മൾ പുഷ് ബാക്ക് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ സ്പേസ് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും തുടങ്ങുന്നത്. അതായത് ഒരു ലെറ്റർ കാണുവാണെങ്കിൽ മാത്രമേ നമ്മൾ പുഷ് ബാക്ക് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അവിടെ ഒരു സ്പേസ് കാണുന്നിടം വരെ നമ്മൾ പുഷ് ബാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ ബി കഴിഞ്ഞ് അടുത്ത സ്പേസിലെത്തുമ്പോൾ നമ്മൾ പുഷ് ബാക്ക് നിർത്തി. അപ്പം നമ്മുടെ കറണ്ട് വേർഡ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എന്തായിരിക്കും എന്നുള്ള റിസൾട്ട്? EULB അല്ലേ? ആദ്യം ഇ പുഷ് ചെയ്തു, പിന്നെ യു പുഷ് ചെയ്തു, പിന്നെ എൽ പുഷ് ചെയ്തു, പിന്നെ ബി പുഷ് ചെയ്തു. അപ്പം ഇതായിരിക്കും വേർഡിനകത്തുള്ളത്. റിവേഴ്സ് ദ വേർഡ് ആൻഡ് കൺകാറ്റ് ടു ദ സെൻറ്റൻസ് വേരിയബിൾ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ദ വേർഡ് ആൻഡ് കൺകാറ്റ് ടു ദ സെൻറ്റൻസ് വേരിയബിൾ. അതായത് ഈ കറണ്ട് ഇതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്തിട്ട് നമുക്ക് ബ്ലൂ എന്ന് കിട്ടും. അതെടുത്ത് സെൻറ്റൻസ് വേരിയബിളിൽ കൺകാറ്റിനേറ്റ് ചെയ്യുക. എന്നിട്ട് സെൻറ്റൻസ് വേരിയബിളിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്പേസ് വിട്ട് കൊടുക്കുക. അനുസരിച്ച് നമ്മുടെ വേർഡ്സ് അനുസരിച്ച് വേറെ സ്പേസ് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടുന്നു, നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അപ്പം അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓഫ് എൻ തന്നെയാണ്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓഫ് എൻ തന്നെയാണ്. ഇതിന് മുന്നിൽ ഓഫ് എൻ ടൈം കോംപ്ലക്സിറ്റി, ഓഫ് എൻ സ്പേസ് കോംപ്ലക്സിറ്റി. ഓക്കെ, ഞാൻ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് സ്ട്രിങ് വേർഡ് സെൻറ്റൻസ് എഴുതാം. അത് നമ്മൾ ഞാൻ പറഞ്ഞു ലൂപ്പ് നമ്മൾ ബാക്കിൽ തുടങ്ങുന്നു. ഇതിൻ്റെ I is equal to S dot length minus 1, I greater than equal to 0, I plus plus. Okay, sorry, plus plus അല്ല, മൈനസ് ബാക്കിൽ തുടങ്ങി നമ്മൾ തുടക്കം വരെ വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ സ്പേസസ് കാണുവാണെങ്കിൽ നമുക്ക് അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെറ്റർ എടുക്കണം. ലെറ്റർ തൊട്ടാണ് നമ്മൾ നമ്മുടെ വേർഡിലേക്ക് ഓരോ ലെറ്റർ പുഷ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്പേസ് കാണുവാണെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴായിരിക്കും പുഷ് ബാക്ക് ചെയ്യുന്നത്? നമ്മളൊരു ലെറ്റർ കാണുമ്പോഴായിരിക്കും പുഷ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റർ എപ്പോഴാണ് കാണുന്നത്? ഇഫ് എസ് ഓഫ് ഐ കറണ്ട് ക്യാരക്ടർ ഈസ് നോട്ട് ഈക്വൽ ടു സ്പേസ്. കറണ്ട് ക്യാരക്ടർ സ്പേസ് എല്ലാം എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ലെറ്റർ ആണ്. ലെറ്റർ ആണെങ്കിൽ നമ്മളത് പുഷ് ബാക്ക് ചെയ്ത് തുടങ്ങും.
പുഷ് ബാക്ക് തുടങ്ങുമ്പോഴാണ് എപ്പം എത്ര നേരം വരെ പുഷ് ബാക്ക് ചെയ്യണം? അടുത്ത സ്പേസ് കാണുന്നിടം വരെ പുഷ് ബാക്ക് ചെയ്യണം. അപ്പം ഐ നമുക്കിവിടെ എസ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു, പിന്നെ അതേ കണ്ടീഷൻ, അതായത് എന്താണ് ആദ്യത്തെ കണ്ടീഷൻ കൊണ്ട് കാരണം അടുത്ത സ്പേസ് വരുന്നിടം വരെ നമ്മൾ പുഷ് ബാക്ക് ചെയ്യണം. അപ്പം കറണ്ട് ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുഷ് ബാക്ക് ചെയ്യും. ആൻഡ് ഐ ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൂടെ ആണെങ്കിൽ നമ്മൾ പുഷ് ബാക്ക് ചെയ്യുന്നു, ഐ മൈനസ് മൈനസ് അടിക്കുന്നു. വേർഡ് ഡോട്ട് പുഷ് ബാക്ക്. അതുപോലെ പറഞ്ഞ പോലെ വെക്ടറിനെ പോലെ തന്നെ സ്ട്രിങ്ങിനും പുഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് ബാക്കിലേക്ക് ജോയിൻ ചെയ്ത് പോകും. വേർഡ് ഡോട്ട് പുഷ് ബാക്ക് എന്താണ് എസ് ഓഫ് ഐ, എന്നിട്ട് നമ്മൾ ഐ മൈനസ് മൈനസ് കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞത് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റെപ്പ് റിവേഴ്സ് ദ വേർഡ് ആൻഡ് കൺകാറ്റ് ദ സെന്റൻസ് വേരിയബിൾ. ഓക്കെ, നമുക്കിനി ഇത് വേർഡ് റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് അറിയാലോ നിങ്ങൾക്ക്, റിവേഴ്സ് മെത്തേഡ് അൽഗോരിതത്തിലുള്ള റിവേഴ്സ് മെത്തേഡ് ഓൾറെഡി ലിറ്റിലൊക്കെ ഇൻക്ലൂഡ് ആണ്. വേർഡ് ഡോട്ട് ബിഗിൻ, വേർഡ് ഡോട്ട് എൻഡ്. ഓക്കെ, റിവേഴ്സ് നമ്മൾ ചെയ്തു. അടുത്തത് അടുത്ത സെന്റൻസിലേക്ക് നമുക്കിത് കൺകാറ്റിനേറ്റ് ചെയ്യണം, സെന്റൻസ് വേരിയബിളിലേക്ക് കൺകാറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് ഇതിൻ്റെ അവസാനം ഒരു സ്പേസ് ഇടണം. ഓക്കെ അല്ലേ, സ്പേസ് ഇടണം. അപ്പോൾ സെന്റൻസ് വേരിയബിളിൻ്റെ അവസാനം ഒരു സ്പേസ് ഇട്ടാൽ മതിയാവും. അങ്ങനെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും അവസാനത്തെ വേർഡ് കഴിഞ്ഞ് നമുക്കൊരു സ്പേസ് ഇടേണ്ടി വരും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സെൻ പ്ലസ് ഈക്വൽ ടു ടെമ്പ് എന്നിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വർക്കാവും. വർക്കാവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വേർഡ് കഴിഞ്ഞ് ഒരു സ്പേസ് വരും. പക്ഷെ നമുക്ക് ഇവിടെ ഏറ്റവും അവസാനത്തെ വേർഡ് കഴിഞ്ഞ് സ്പേസ് വന്നുകൂടാ. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ടീഷൻ നമ്മളിടും, ഇഫ് നോട്ട് സെൻ ഡോട്ട് empty send dot push back ഒരു സ്പേസ് ക്യാരക്ടർ ആണ് പുഷ് ബാക്ക് ചെയ്യും. അതെന്തോ അതിൻ്റെ ലോജിക് മനസ്സിലായി? അതായത് സെൻറ്റൻസ് എം ടി അല്ലെങ്കിൽ പുഷ് ബാക്ക് ചെയ്യും. അപ്പോൾ എന്താണ്, സെൻറ്റൻസ് എപ്പോഴാണ് എം ടി ആവുന്നത്? ഫസ്റ്റ് ടൈമിലാണ് എം ടി ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ പുഷ് ചെയ്യില്ല. പിന്നുള്ള ടൈമിലെല്ലാം നമ്മൾ ഈ സെൻറ്റൻസിലേക്ക് നമ്മൾ ടെമ്പ് ആഡ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഒരു സ്പേസ് ഇടും. ഓക്കെ, ഈ സ്പേസ് ഇട്ട ശേഷമാണ് നമ്മൾ വേർഡ് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ സെൻറ്റൻസിലേക്ക് വേർഡ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പേസ് ഇടും. എപ്പം നമ്മുടെ സെൻറ്റൻസ് എം ടി അല്ലെങ്കിൽ സെൻറ്റൻസ് എപ്പോഴായിരിക്കും എം ടി ആവുന്നത്? ഫസ്റ്റ് ടൈം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പുഷ് ചെയ്യൂല, സ്പേസ് പുഷ് ചെയ്യൂല. സെക്കൻഡ് ടൈം തൊട്ട് വേർഡ് ഇട്ട് തുടങ്ങിയ ശേഷം നമ്മൾ വേർഡ് ഇടുന്നതിന് മുമ്പ് ഒരു സ്പേസ് കൂടെ പുഷ് ചെയ്തിട്ട് അടുത്ത വേർഡ് ഇടത്തുള്ളൂ. അപ്പോൾ ഇതെന്തുകൊണ്ട് വർക്കാവുന്നു? ഇതിൻ്റെ അവസാന സമയം എന്തുകൊണ്ട് നമുക്ക് അവസാന സ്പേസ് കിട്ടുന്നില്ല? കാര്യം അവസാന വേർഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ലൂപ്പ് കഴിയുകയാണ്. അതുകൊണ്ട് പിന്നെ ഈ സാധനം വർക്കാവില്ല. അതുകൊണ്ട് അവസാന സ്പേസ് എടുക്കില്ല. സെൻ പ്ലസ് ഈക്വൽ ടു വേർഡ്. അടുത്തെന്താണ്? നമുക്ക് വേറൊരു കാര്യം, ഇമ്പോർട്ടൻറ്റ് കാര്യം, ടെമ്പ് ക്ലിയർ ചെയ്യണം. അതായത് നമ്മൾ പുറത്താണ്, നമ്മൾ ടെമ്പല്ല വേർഡ് ക്ലിയർ ചെയ്യണം. ടെമ്പ് എന്നാണ് വേറെ എടുത്ത് എഴുതിയത്, അതാണ് ടെമ്പ് എപ്പോഴും പറയാം. വേർഡ് ക്ലിയർ ചെയ്യണം. വേർഡ് ക്ലിയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേർഡ് ലൂപ്പിൽ പുറത്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയത്ത് ഇവിടെ വേർഡ് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ലൂപ്പിനകത്തെടുക്കുക വേർഡ്, അല്ലെങ്കിൽ ലൂപ്പിന് പുറത്തെടുക്കുകയാണെങ്കിൽ വേർഡ് അങ്ങ് ക്ലിയർ ചെയ്യുക. വേർഡ് ഈസ് ഈക്വൽ ടു അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ലൂപ്പിന് അകത്തങ്ങ് എഴുതുക, അതായിരിക്കും എളുപ്പം. ലൂപ്പിനകത്താണ് എഴുതുന്നതിന് വേറെ കുഴപ്പമില്ല. വേർഡ് ലൂപ്പിനകത്ത് എഴുതി കഴിഞ്ഞാൽ ഈച്ച് ടൈം പുതിയ വേർഡ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ കുഴപ്പമില്ല. റൺ നോക്കാം. റിട്ടേൺ ചെയ്തില്ല, സോറി. നമുക്ക് റിട്ടേൺ സ്ട്രിങ് റിട്ടേൺ ചെയ്യണം. ഇവിടെ റിട്ടേൺ സെൻ, നമ്മുടെ സെൻ ആയിരിക്കും റിട്ടേൺ. പണി നോക്കാം. സംബന്ധം നോക്കട്ടെ. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് തെറ്റ് കിട്ടിയത്.
നമുക്കിവിടെ ഈ കണ്ടീഷൻ ആദ്യം കൊടുക്കണം. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓൾറെഡി ഔട്ട് ഓഫ് ബൗണ്ട്സ് ആയി പോകും. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട എപ്പോഴും നമ്മുടെ ഔട്ട് ഓഫ് ബൗണ്ട്സ് ആകുന്ന വേരിയബിളാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും. അപ്പോൾ നമ്മൾ ചെയ്യാം ലെസ് ദാൻ ഓർ അല്ല ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം അകത്തേക്ക് പോവാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ടൈം കോംപ്ലക്സിറ്റി കറക്റ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റിയും കൂടെ സെറ്റ് ആക്കണം. അടുത്ത ഒപ്റ്റിമൈസ് അപ്രോച്ച് ഞാൻ അതായിരിക്കും പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒപ്റ്റിമൈസ്ഡ് അപ്രോച്ച് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒപ്റ്റിമൈസിന് ഒരു 2 പോയിൻ്റർ അപ്രോച്ചാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് പോയിൻ്റർ നമ്മൾ എടുക്കുന്നു, ഒരു സ്ലോ പോയിൻ്റർ നമ്മൾ എടുക്കുന്നു. അത് നമുക്ക് IO ചെയ്യുന്ന എന്താണ് കൊടുക്കുക. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. പക്ഷേ ഒരു ഔട്ടർ വേർഡ്സ് ഞാൻ എന്താണ് കാര്യം എന്ന് പറഞ്ഞുതരാം. ഫാസ്റ്റ് പോയിൻ്റർ ഗോസ് ഹെഡ് ആൻഡ് ഫൈൻഡ്സ് ദ വേർഡ്സ്. അതായത് നമ്മുടെ ഫാസ്റ്റ് പോയിൻ്റർ ആദ്യം പോകുന്നു, എന്നിട്ട് വേർഡ്സ് കണ്ടുപിടിക്കുന്നു. സ്ലോ പോയിൻ്റർ റൈറ്റ്സ് ദോസ് വേർഡ്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സെയിം സ്ട്രിങ്. ഓക്കെ, അതായത് സ്ലോ പോയിൻ്ററും ഫാസ്റ്റ് പോയിൻ്ററും നമ്മൾ 0 ആയിട്ടായിരിക്കും ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നു. സ്പേസ് കാണുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഇഗ്നോർ ചെയ്യുന്നു. ലെറ്റർ കാണുവാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലോ പോയിൻ്റർ 0 എപ്പോഴും കിടക്കുന്നത്. ഫാസ്റ്റ് പോയിൻ്റർ പറയുന്നു സ്ലോ പോയിൻ്ററെ നിന്റെ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് ഈ ലെറ്റർ ഈ വേർഡ് അങ്ങ് എഴുതി തുടങ്ങുക. എന്നിട്ട് ഫാസ്റ്റ് പോയിൻ്റർ ആ വേർഡ് തീരുന്ന വരെ പോകുന്നു. എന്നിട്ട് അടുത്ത സ്പേസ് എല്ലാം സ്കിപ്പ് ചെയ്യുന്നു, അടുത്ത വേർഡിൽ പോകുന്നു. എന്നിട്ട് സ്ലോ പോയിൻ്റർ എടുത്ത് പറയുന്നു നീ ഒരു സ്പേസ് ഇട്ട ശേഷം അടുത്ത വേർഡ് ഇടുക. അപ്പോൾ അങ്ങനെ ആഡ് സിംഗിൾ സ്പേസ് ആഫ്റ്റർ ദ വേർഡ്സ് ഇസ് ഓൾസോ അനദർ സ്റ്റെപ്പ്. അതായത് ഫാസ്റ്റ് പോയിൻ്റർ പോയി വേർഡ്സ് കണ്ടുപിടിക്കുന്നു, സ്ലോ പോയിൻ്റർ ആ വേർഡ്സ് എല്ലാം ബിഗിനിങ് ഓഫ് ദ സ്ട്രിങ്ങിൽ കൊടുക്കുന്നു. സ്ലോ പോയിൻ്റർ തന്നെ ആ സ്ട്രിങ് വേർഡിൻ്റെ മുന്നിൽ ഒരു സ്പേസ് കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ ഇത് റിപ്പീറ്റ് ആവും. അങ്ങനെ ഫാസ്റ്റ് പോയിൻ്റർ ഫസ്റ്റ് നമ്മുടെ വൈൽ ലൂപ്പ് ഫാസ്റ്റ് പോയിൻ്റർ ലെസ് ദാൻ സൈസ് ഓഫ് ദി സ്ട്രിങ്, ഇതായിരിക്കും കണ്ടീഷൻ വൈൽ ലൂപ്പിൻ്റെ. ഈ ഫാസ്റ്റ് പോയിൻ്റർ ആ സ്ട്രിങ് മൊത്തവും പോയിട്ട് വേർഡ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഓരോ വേർഡ്സും സ്പേസ് മൾട്ടിപ്പിൾ സ്പേസ് ഇൻ ബിറ്റ്വീൻ വരാം, സ്പേസ് ട്രെയിലിംഗ് വരാം, എൻഡിങ് വരാം. ആ സ്പേസസ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സ്ലോ പോയിൻ്റർ വെച്ചിട്ട് ഈ സ്ട്രിങ്ങിൻ്റെ ബിഗിനിങ്ങിൽ ഇൻ പ്ലേസ് മാനിപ്പുലേഷൻ ആണ്. ബിഗിനിങ് തൊട്ട് ഇവിടെ എന്തുകൊണ്ടേ ആവാം, പക്ഷെ ബിഗിനിങ് തൊട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ വരെ വാലിഡ് സ്ട്രിങ് ഇടുക എന്നുള്ളതാണ്. പക്ഷെ ആ സ്ട്രിങ്ങിൻ്റെ ഫ്രണ്ടിലും സ്പേസ് കാണൂല, ബാക്കിലും സ്പേസ് കാണൂല. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഉള്ള സ്പേസ് എല്ലാം 1 ആയിരിക്കും, ഒരു സ്പേസ് ഇൻ ബിറ്റ്വീൻ കാണത്തുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മുടെ കറണ്ട് സ്ട്രിങ്ങിനെ ഒരു വാലിഡ് സ്ട്രിങ് ആക്കി മാറ്റും. പക്ഷേ ആ സ്ട്രിങ്ങിൻ്റെ അവസാനത്ത് കുറച്ച് ഗാർബേജ് വാല്യൂസ് കാണും. ഓക്കെ, ഇതാണ് ആ ഗാർബേജ് വാല്യൂസ്. അതായത് ഒരു ഫുൾ സ്ട്രിങ് ഇതായിരുന്നെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കുറേ സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇവിടെ തൊട്ട് കറക്റ്റ് വാലിഡ് സ്ട്രിങ് ഇട്ട് തുടങ്ങി. ഫ്രണ്ടിലും ബാക്കിലും സ്പേസ് ഇല്ലാതെ വേർഡ് സ്പേസ് ടു വേർഡ് സ്പേസ് ടു വേർഡ് അങ്ങനെ ഇടുമ്പം ഇവിടെ കുറച്ച് ഗാർബേജ് വാല്യൂസ് കളയും. മറ്റേ പഴയ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ആ ഗാർബേജ് വാല്യൂസ് കട്ട് ചെയ്ത് കളയണം. അതിനാണ് കട്ട് ദ ഗാർബേജ് സ്ട്രിങ് which is at the end of the current string and reverse the whole string and reverse each word of it. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ് ലോജിക് എന്ന് പറഞ്ഞാൽ. റിവേഴ്സ് ദ ഹോൾ സ്ട്രിങ്. ഓക്കെ, നമുക്ക് ഈ ഒരു കണ്ടീഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് ദ ഹോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ആദ്യം ദ സ്കൈ ഈസ് ബ്ലൂ, അതിനെ നമ്മൾ 2 പോയിൻ്റർ അപ്രോച്ച് ഉപയോഗിച്ച് നമ്മൾ ലെറ്ററും വേർഡ്സ് എടുത്ത് കറക്റ്റായിട്ട് സ്പേസ് അസൈൻ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അടുത്ത ഗാർബേജ് വാല്യൂടെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് റിവേഴ്സ് ദ ഹോൾ സ്ട്രിങ്, നമ്മൾ ഈ ഹോൾ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂ കിട്ടും. ഓക്കെ, ഇത് 8000 വരുന്നു, ഇത് 8000 വരുന്നു, ഇങ്ങനെ വാല്യൂ കിട്ടും. എന്നിട്ട് റിവേഴ്സ് ഈച്ച് വേർഡ് ഓഫ് ഇറ്റ്. എന്നിട്ട് പിന്നെ ആ ഈച്ച് വേർഡിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൻസർ കിട്ടും. അതായത് ആ ഫുൾ സ്ട്രിങ് വേർഡ്സ് മാത്രം ഓർഡർ മാറും, പക്ഷേ ലെറ്റേഴ്സ് മാറില്ല. അപ്പോൾ അതാണ് നമുക്ക് വേണ്ട ആൻസർ. മെയിൻ ലോജിക് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ദ ഹോൾ സ്ട്രിങ് ആൻഡ് റിവേഴ്സ് ഈച്ച് വേർഡ് ഓഫ് ഇറ്റ്. അതാണ്. പിന്നെ നമ്മൾ ഈ ഫാസ്റ്റ് പോയിൻ്ററും സ്ലോ പോയിൻ്ററും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ മൾട്ടിപ്പിൾ സ്പേസസ് സ്കിപ്പ് ചെയ്തിട്ട് സിംഗിൾ സ്പേസ് വെച്ച് നമ്മൾ ഒരു വാലിഡ് സ്ട്രിങ് തുടക്കത്തിൽ നമ്മുടെ ആ സ്ട്രിങ്ങിൻ്റെ തുടക്കത്തിൽ ഇൻസേർട്ട് ചെയ്തിടുന്നതാണ് നമ്മുടെ
മെയിൻ കുറച്ച് ടഫായിട്ടുള്ള ഏർപ്പാട്. പിന്നെ റിവേഴ്സ് ഈച്ച് വേർഡ്സ് ഓഫ് സ്ട്രിങ്ങിലും കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വരുന്ന ഒരു 2 സ്റ്റെപ്പ്, ഈ 2 സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്ക് വരും, ഞാൻ പറഞ്ഞുതരാം, അത് കോഡിയും പറയാം. ഈ 2 സ്റ്റെപ്പ് ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ അപ്രോച്ച് ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റെപ്പാണ്, അതായത് നമ്മുടെ സ്പേസ് എങ്ങനെ ഇടണമെന്നുള്ള സ്റ്റെപ്പ്. രണ്ടാമതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പും പിന്നെ റിവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഉള്ളതാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. നമുക്ക് ഫാസ്റ്റ് പോയിന്റർ എടുക്കാം, സ്ലോ പോയിന്റർ എടുക്കണം. സ്ലോ SL നോക്കുക. സ്ലോ ഈസ് ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞു രണ്ടും 0 ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഫാസ്റ്റ് ഈസ് ഈക്വൽ ടു 0. നമുക്കൊരു സൈസ് ഓഫ് ദി സ്ട്രിങ് കൂടെ കൊടുത്തേക്കാം. സൈസ് ഓഫ് ലെങ്ത്. അടുത്തത് ഞാൻ പറഞ്ഞു വൈൽ ലൂപ്പ് നമ്മുടെ ഫാസ്റ്റ് പോയിന്റർ പോയിട്ട് എല്ലാ വേർഡ്സും കണ്ടുപിടിക്കുന്നു പറഞ്ഞു. അത് എവിടെ തൊട്ട് എവിടെ വരെ പോകുന്ന ഫാസ്റ്റ് പോയിന്റർ നമ്മുടെ സ്ട്രിങ് ലെങ്ത് ഓഫ് സ്ട്രിങ് വരെ പോകും. ഞാൻ പറഞ്ഞു ഫാസ്റ്റ് പോയിന്റർ skips all the spaces. അതങ്ങനെ സ്കിപ്പ് ചെയ്യാം. while fast ജെ എന്നാണ് കൊടുത്തില്ലേ, സോറി, വേറെ fast less than n and then s of j equal to സ്പേസ് ആണെങ്കിൽ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യും ++. ഓക്കെ, അപ്പോൾ സ്പേസ് കണ്ടാൽ സ്കിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ലോ പോയിന്റർ വെച്ച് നമ്മൾ അതിൻ്റെ ബിഗിനിങ് റൈറ്റ് ചെയ്യുന്നതാണ്. അതെങ്ങനെ റൈറ്റ് ചെയ്യാം? while less than n and s of j not equal to space എന്ത് ചെയ്യും? s of slow ++, ഇതിൽ s of fast ++. എന്താ സംഭവം? ഇത് s of slow is equal to s of fast എന്ന് എഴുതിയിട്ട് അതിന് താഴെ s++, fa++, slow ++, fast ++ എന്ന് എഴുതുന്ന സെയിം അർത്ഥമാണ് ഇവിടെ ഈ പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച്, യൂണറി ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം യൂസ് ചെയ്യും, പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യും, ആദ്യം യൂസ് ചെയ്യും, പിന്നെ ഇൻക്രിമെൻറ്റ്. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം s of slow ++ equal s of fast ++ എന്ന് പറഞ്ഞാൽ എപ്പോൾ തൊട്ട് നമ്മൾ ലെറ്റർ കാണുന്നു, അതായത് നമ്മുടെ വേർഡിൻ്റെ സ്റ്റാർട്ടിങ് കാണുന്നു, ടു ദ നെക്സ്റ്റ് സ്പേസ് വരെ നമ്മൾ നമ്മുടെ സ്ലോ പോയിന്റർ വെച്ച് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് ആ പർട്ടിക്കുലർ ലെങ്ത് ഓഫ് വേർഡ് വരെ നമ്മൾ ആ കറൻറ്റ് വേർഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് നമ്മൾ സ്പേസ് ഇൻസേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഈച്ച് വേർഡിന് ശേഷം സ്പേസ് ഇൻസേർട്ട് ചെയ്യണം. പക്ഷേ എല്ലാ വേർഡിന് ശേഷവും സ്പേസ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് വേർഡിന് മുമ്പ് സ്പേസ് ഇൻസേർട്ട് ചെയ്യേണ്ട, ഫസ്റ്റ് വേർഡിന് മുമ്പ് സ്പേസ് ഇൻസേർട്ട് ചെയ്യേണ്ട. ഐ മീൻ ലാസ്റ്റ് വേർഡിന് ശേഷം സ്പേസ് ഇൻസേർട്ട് ചെയ്യേണ്ട, ഫസ്റ്റ് വേർഡിന് മുമ്പ് സ്പേസ് ഇൻസേർട്ട് ചെയ്യേണ്ട. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് വേർഡിന് ശേഷം സ്പേസ് ഇൻസേർട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ലോജിക്കലി പ്രത്യേകം ചെയ്യില്ല. കാര്യം അവസാനത്തെ കണ്ടീഷൻ, അവസാനത്തെ ഐറ്ററേഷൻ വരുന്ന സമയത്ത് അതിലൊന്നും ചെയ്യത്തില്ല, അത് ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് ഇടത്തില്ല. പക്ഷേ ഫസ്റ്റ് വേർഡിന് മുമ്പ് ഇടരുത് എന്തോ സ്പേസ്. അതെങ്ങനെ നമ്മൾ ചെയ്യും? ഇഫ് slow pointer is not equal to 0, so slow pointer ++ is equal to space. എന്താ മനസ്സിലായത്? നമ്മൾ കഴിഞ്ഞ അപ്രോച്ച് ചെയ്ത സെയിം സാധനം. നമ്മൾ കഴിഞ്ഞ അപ്രോച്ച് എന്താ ചെയ്തത്? കഴിഞ്ഞ അപ്രോച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ സെൻറ്റൻസ് empty അല്ല എന്നുണ്ടെങ്കിൽ സെൻറ്റൻസിന് ഒരു പുഷ് ബാക്ക്, ഒരു സ്പേസ് കൊടുത്തു. ഇതിവിടെ സ്ലോ പോയിന്റർ 0, അതായത് വേറെ വേർഡ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, വേറെ വേർഡ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേസ് ഇടത്തില്ല. വേറെ വേർഡ്സ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എൻഡിൽ ഒരു സ്പേസ് ഇട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിരിക്കും അടുത്ത വേർഡ് വരുന്നത്. അപ്പോൾ ഓരോ സ്പേസ് അതിനിടയ്ക്ക് ഇൻക്രീസ് ആവുന്നു. അപ്പം അതാണ് ഇവിടുത്തെ ലോജിക്ക്. ആഡ് സ്പേസ് ആഫ്റ്റർ ഈച്ച് വേർഡ് only if
only each word not for first word. അപ്പം എല്ലാ വേർഡിന് മുമ്പ് ഓരോ സ്പേസ് കൊടുക്കുന്നു. ആഫ്റ്റർ ബിഫോർ ആണ്. ബിഫോർ എല്ലാ വേർഡിന് മുമ്പ് ഓരോ സ്പേസ് കൊടുക്കുന്നു, പക്ഷേ ഫസ്റ്റ് വേർഡിന് മുമ്പ് മാത്രം സ്പേസ് കൊടുക്കുന്നില്ല. അതാണ് ഈ ലോജിക്ക്. ഓക്കെ, ആഡ് സ്പേസ് ബിഫോർ ഈച്ച് വേർഡ്, പക്ഷേ നോട്ട് ഫോർ ദ ഫസ്റ്റ് വേർഡ്. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ വേർഡിന് മുമ്പ് ഒരു സ്പേസ് കൊടുക്കുന്നു, പക്ഷേ ഫസ്റ്റ് വേർഡിന് മാത്രം സ്പേസ് കൊടുക്കുന്നില്ല. അപ്പം ആ ലോജിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ പറഞ്ഞത്? ഇനി ഞാൻ പറഞ്ഞിരുന്ന റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതിനുമ്പോൾ നമ്മൾ വേറെ പറഞ്ഞു ഗാർബേജ് വാല്യൂസ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളിതിപ്പോൾ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ വാലിഡ് സ്ട്രിങ് നമ്മളെല്ലാം വാലിഡ് സ്ട്രിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു വിത്ത് നോ ട്രെയിലിംഗ് ഓർ സ്റ്റാർട്ടിങ് സ്പേസസ് ആൻഡ് സിംഗിൾ സ്പേസ് ഇൻ ബിറ്റ്വീൻ വേർഡ്സ്. പക്ഷേ നമുക്ക് എൻഡിങ് കുറച്ച് ഗാർബേജ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഗാർബേജ് വാല്യൂസ് എങ്ങനെ നമുക്ക് ട്രിം ചെയ്ത് കളയാന്നുള്ളതിൽ നമുക്ക് C++നകത്ത് resize എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഇതിനകത്ത് സ്ലോ പോയിന്റർ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ലോ പോയിന്റർ വരെയുള്ള എലമെന്റ്സ് വരെ നമ്മുടെ കീപ്പ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞുള്ള കട്ട് ചെയ്തുള്ളൂ. റീസൈസിൻ്റെ പ്രത്യേകത അതാണ്. ഒരു നമ്മുടെ റീസൈസ് ചെയ്യുന്ന സ്ട്രിങ് റീസൈസിനകത്ത് ഇട്ടേക്കുന്ന ലെങ്ത്തിനെക്കാട്ടി വലുതാണെന്നുണ്ടെങ്കിൽ റീസൈസ് ചെയ്യുമ്പോൾ ആ ഇട്ടേക്കുന്ന ലെങ്ത്തിൻ്റെ അത്രയും വരെ വെച്ചേക്കും, ബാക്കി കട്ട് ചെയ്ത് കളയും. അഥവാ ലെങ്ത്തിനെക്കാട്ടി വലിയ നമ്പറാണ് നമ്മൾ റീസൈസിൻ്റെ മെത്തേഡിനകത്ത് ഇടുന്നുണ്ടെങ്കിൽ വലിയ നമ്പർ വരെ ഒരു മെമ്മറി സ്പേസ് ഉണ്ടാക്കും. എന്നിട്ട് അതിനപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് കോമ ഒരു ഏത് ലെറ്റർ വെച്ച് അത് ഫില്ല് ചെയ്യണമെന്നും കൊടുക്കാം, അതൊരു ഫില്ല് ചെയ്തു. അപ്പോൾ റീസൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വലിയ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിന് ഒരു ചെറിയ ലെങ്ത് വെച്ച് നമ്മൾ റീസൈസിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ലെങ്ത് വെച്ച് കട്ട് ചെയ്ത് തരും. അപ്പോൾ അതാണ് റീസൈസ്. കട്ട് ഗാർബേജ് എവിടെ എങ്ങനെ എന്തിൻ്റെ ഈ ഐ എന്താണ്? ഇത് സ്ലോ പോയിന്ററാണ്. സ്ലോ പോയിന്റർ ഇപ്പോൾ എവിടെ ആയിരിക്കും കിടക്കുന്നത്? ഏറ്റവും ലാസ്റ്റ് വേർഡിൻ്റെ എൻഡിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത് വെച്ച് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് നമുക്ക് വാലിഡ് സ്ട്രിങ് മാത്രമായിരിക്കും ഈ ഒരു മെത്തേഡ്, ഈ ഒരു കോഡിന് ശേഷം നമ്മുടെ SC കിടക്കുക. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് റിവേഴ്സ് ദ ഹോൾ സ്ട്രിങ്, പിന്നെ റിവേഴ്സ് ഈച്ച് വേർഡ് ഓഫ് ഇറ്റ്. റിവേഴ്സ് ഹോൾ സ്ട്രിങ് എല്ലാവർക്കും അറിയാം, ഭയങ്കര വളരെ എളുപ്പമാണ്. റിവേഴ്സ് ചെയ്യുക, ബിഗിൻ കൊടുക്കുക, എൻഡ് കൊടുക്കുക, S.begin. S.end. ഇനി നമുക്ക് റിവേഴ്സ് ഈച്ച് വേർഡ് കൊടുക്കാം. ഈച്ച് വേർഡ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു കൺഫ്യൂസിങ് ആണ് എനിക്കും തോന്നിയതാണ്. അത് നിങ്ങൾക്ക് ഇത്രത്തോളം കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂപ്പ് ഇടുന്നു, ഈച്ച് വേർഡ് കണ്ടുപിടിക്കുന്നു. ഈച്ച് വേർഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്പേസ് ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വേർഡ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ് ടു ദാറ്റ് കറണ്ട് ഇൻഡെക്സ് നമ്മൾ റിവേഴ്സ് എടുക്കുന്നു, അത് റിവേഴ്സായി. എന്നിട്ട് പിന്നെ അടുത്ത വേർഡിന് എൻ്റെ വരെ പോകുന്നു, റിവേഴ്സായി. അടുത്ത വേർഡിന് എൻ്റെ വരെ പോകുന്നു, റിവേഴ്സായി. അടുത്ത വേർഡ് എൻ്റെ വരെ പോകുന്നു, റിവേഴ്സായി. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, 8 അവസാനത്തെ വേർഡിൻ്റെ ഫ്രണ്ടിൽ സ്പേസ് ഇല്ല. അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കണ്ടീഷനകത്ത് 8 അവസാനം സ്പേസ് കാണുമ്പോൾ മാത്രമല്ല നമ്മൾ വേർഡ് റിവേഴ്സ് ചെയ്യുന്നത്. അഥവാ നമ്മുടെ ഐ എന്ന് പറയുന്ന ഇറ്ററേറ്റർ ഐ എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന വേരിയബിള് നമ്മുടെ ലെങ്ത്തിന് ഈക്വൽ ആണെങ്കിൽ, അതായത് സ്ട്രിങ്ങിന് ഈക്വലായിട്ട് വന്നാലും ലെങ്ത് ഓഫ് സ്ട്രിങ്ങിന് ഈക്വലായിട്ട് വന്നാലും നമ്മൾ റിവേഴ്സ് ചെയ്യണം. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കി ഞാൻ കാണിച്ചു തരാം, നമുക്ക് മനസ്സിലാവും. നമ്മളൊരു സ്റ്റാർട്ട് എന്നൊരു വേരിയബിൾ കൊടുക്കുന്നു, ഫോർ ചെയ്യുന്നു, ഇൻറ്റ് I is equal to 0, I less than of S dot length I plus കാര്യം കാണിച്ചില്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴാണ് നമുക്ക് വേർഡ് കിട്ടിയത് മനസ്സിലാവുന്നത്, വേർഡ് കഴിഞ്ഞ് മനസ്സിലാവുന്നത്, നമ്മൾ പറയുന്നത് സ്പേസ് കാണുമ്പോഴാണ് ആ വേർഡ് കഴിഞ്ഞ് മനസ്സിലാവുന്നത്. അപ്പം ഇഫ് S of I equal to സ്പേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് എവിടെ വരെ ചെയ്യും? റിവേഴ്സ് ബിഗിൻ ആണോ? S.begin
ബിഗിൻ തൊട്ട് ബിഗിൻ എന്ന് പറഞ്ഞാൽ ബിഗിനാണോ ബിഗിൻ പ്ലസ് സ്റ്റാർട്ട് കൊടുക്കണ്ടേ? ഇതിനാണ് സ്റ്റാർട്ട് കൊടുക്കുന്നത്, ഞാൻ പറയാം. സ്റ്റാർട്ട് എസ് ഡോട്ട് ബിഗിൻ ആണ്. ബിഗിൻ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് എലമെന്റ്, കറണ്ട് ക്യാരക്ടർ. സ്റ്റാർട്ട് ഇതിലും ഐ പ്ലസ് 1 കൊടുക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് 0 ആണ്. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ സ്റ്റാർട്ട് എഴുതിയില്ലെങ്കിൽ ഒരേപോലെയാണ്. ബിഗിൻ എന്ന് പറയുന്നത് എപ്പോഴും റിവേഴ്സിൻ്റെ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ടായിരിക്കും. പക്ഷേ റിവേഴ്സ് മെത്തേഡിന് ഒരു പ്രത്യേകതയുണ്ട്. ബിഗിൻ ഇൻക്ലൂസീവ് ആണ്, പക്ഷേ അവസാനം കൊടുക്കുന്ന നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ എക്സ്ക്ലൂസീവ് ആണ്. ഇത് ഇൻക്ലൂസീവ് ആണ്, ഇത് എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ വരെയാണ് റിവേഴ്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കറണ്ട് എലമെൻറ്റ് സ്പേസ് ആകുമ്പോഴാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എസ് ഡോട്ട് ബിഗിൻ പ്ലസ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസിന് തൊട്ട് മുമ്പ് വരെ സ്പേസിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു ടു ഫ്രം ദ സ്റ്റാർട്ട്. അതാണ് നടക്കുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് ഈസ് ടു ഐ പ്ലസ് 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ എന്തായി? സ്റ്റാർട്ട് ഇപ്പോൾ എന്തായി? ആ സ്പേസ് കഴിഞ്ഞ് നെക്സ്റ്റ് വേർഡിൻ്റെ സ്റ്റാർട്ട് ലെറ്ററിലായി കിടക്കുകയാണ് ഇപ്പോൾ സ്റ്റാർട്ട്. അതേപോലെ ഒരു ലൂപ്പ് പിന്നെ റൺ ആകുന്ന സമയത്ത് ആ വേർഡിൻ്റെ എൻഡ് സ്റ്റാർട്ട് തൊട്ട് നെക്സ്റ്റ് വേർഡിൻ്റെ എൻഡ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വേർഡിൻ്റെ എൻഡിലുള്ള സ്പേസ് വരെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ആ വേർഡ് റിവേഴ്സ് ആയി. പിന്നെ ആ വേർഡിൻ്റെ എൻഡിൽ സ്റ്റാർട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഐ പ്ലസ് 1 നോക്കുമ്പോൾ ആ വേർഡിൻ്റെ എൻഡിലായിരിക്കും സ്റ്റാർട്ട് ഉണ്ടാകുക. പിന്നെ ലൂപ്പ് പിന്നെയും വരുമ്പോൾ എസ് ഡോട്ട് ബിഗിൻ പ്ലസ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ആ വേർഡിൻ്റെ എൻഡ് പ്ലസ് നെക്സ്റ്റ് വേർഡിൻ്റെ എൻഡ് വരെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ വേർഡ്സ് റിവേഴ്സ് ചെയ്ത് പോകുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇവിടെ ലാസ്റ്റ് വേർഡിൻ്റെ എൻഡിൽ സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ അതുകൂടെ കണക്കാക്കാനായിട്ട് ഇഫ് ഒരു കണ്ടീഷനോടെ കൊടുക്കുന്നു. ഓർ വെച്ചിട്ട് എന്താ കൊടുക്കാൻ പോകുന്നത്? നമ്മൾ ഐ ഈസിക്കൽ ടു എസ് ഡോട്ട് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ റിവേഴ്സ്, അതായത് അവസാനം അവസാനം ഐ എത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ റിവേഴ്സ് ചെയ്യും. അതൊരു റിവേഴ്സോട് ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ ഐ ലെസ് ദാൻ എസ് ഓഫ് ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഈസിക്കൽ ആവില്ല. അതുകൊണ്ട് നമ്മളിവിടെ ലെസ് ദാൻ ഈക്വലിലൂടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് കോഡ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താലേ ഈക്വൽ ടു ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. ഈക്വൽ ടു എഴുതിയാലേ ലാസ്റ്റ് വേർഡ് റിവേഴ്സ് ആവത്തുള്ളൂ. ഈ ഒരു ഇത്രയും നമ്മൾ മനസ്സിലാക്കിയ അതിനുശേഷം ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാലും സംഭവം എറർ വരും. എന്താ ഞാൻ പറയാം. ഇവിടെ സംഭവം സോറി, ഇവിടെ ജെ അല്ല മച്ചാനെ. ഫഹദ് ഫാസിലിൻ്റെ ഇവിടെ ഐ എന്നാ കൊടുത്തേ? ഐ എന്നാ കൊടുക്കേണ്ടേ? സ്ലോ അല്ലേ കൊടുക്കേണ്ടേ? എന്താ കാണിക്കണേ? സ്ലോ അതിനാണോ? അല്ലല്ലോ. ആ, ഇത് എറർ വരും. എന്താ ഞാൻ പറയാം. ഇത് പിന്നെ ഓ മോനെ പണി ഓ റിട്ടേൺ ചെയ്തില്ല. സോറി, മൈ ബാഡ്. സ്ട്രിങ് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ നമ്മൾ ഇൻപ്ലേസ് ആയതുകൊണ്ട് തന്നെ അത് വേറെ സ്ട്രിങ് കൊടുത്തില്ല. അതുകൊണ്ട് നമ്മൾ കറണ്ട് റിട്ടേൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഈ എറർ എന്താണെന്ന് നോക്കാം. ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഈ പർട്ടിക്കുലർ കണ്ടീഷൻ എന്തുകൊണ്ട് എറർ വരുന്നു നോക്കാം. ഈ ഹലോ വേൾഡ് നമ്മൾ ഫാസ്റ്റ് പോയിന്ററും സ്ലോ പോയിന്ററും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അവസാനം ഒരു എക്സ്ട്രാ സ്പേസ് കിടക്കും. ഗാർബേജ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് അതിനെ റിവേഴ്സ് ചെയ്യുമ്പം ഇവിടെ ഒരു സ്പേസ് കിടക്കും. അതിനെ റിവേഴ്സ് ചെയ്ത് എല്ലാം റിവേഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ സ്പേസ് കിടക്കും. അപ്പോൾ അതാണ് നടക്കുന്നത്. ഇതെന്താണ് ഈ ഒരു സ്പേസിന് കാരണം? ഈ സ്പേസിന് കാരണം നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചെയ്തായിരുന്നല്ലോ, സ്പേസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ++ കൊടുത്തായിരുന്നല്ലോ, സ്പേസ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യണമായിരുന്നു. അഥവാ
ഫാ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യണമായിരുന്നു. എന്നാലേ ഇത് സ്റ്റോപ്പ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് പിന്നെയും എക്സ്ട്രാ വാല്യൂസ് എടുക്കും. അതാണ് ഇവിടെ ഒരു മനസ്സിലാക്കേണ്ടത്. അത് എവിടെ വരും പറഞ്ഞ നമ്മളെ ഫാ സ്കിപ്പോൾ കേസ് കഴിഞ്ഞിട്ട് ഇവിടെ ഇഫ് ഫാ ഈക്വൽ ടു ഈക്വൽ അല്ലെങ്കിൽ ഈക്വൽ ടു എൻ ഇങ്ങനെ കൊടുത്തു കഴിയണം. ഇത് കൊടുക്കണം. എന്തിനാണത്? ഇവിടെ ആ ഈ എന്നിന് മേളിൽ ഫാ പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് കൂടെ കണക്ക് കൂട്ടും? ഒരു എക്സ്ട്രാ സ്പേസ് കൂടെ കണക്ക് കൂട്ടും, വിച്ച് ഷുഡ് നോട്ട് ബി ദർ. അതായത് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ അവസാനം എക്സ്ട്രാ സ്പേസ് ഉണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നിന് ബ്രേക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ സ്പേസ് ആഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കാണാൻ പഠിക്കുക. ഇതിന് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് ഈ ഫാ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ബ്രേക്ക് എടുക്കുന്നതിൻ്റെ കാര്യം. സംഭവം അത് ആവശ്യമാണ്. അതല്ലായിരിക്കാം. നോക്കട്ടെ, സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ.